ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കറണ്ട് അഫെയർസിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഏരിയാസ് ആണ്. അതായത് റീസെൻ്റ്ലി നടന്നിട്ടുള്ള CSCയുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്തും കൊണ്ട് ഇനി ചോദിക്കാനായിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അതായത് അത്യാവശ്യം നമുക്ക് GK കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഒരു ഏരിയ തന്നിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു വെയിറ്റേജ്, കറണ്ട് അഫെയർസിന്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തൊട്ട് 3 മാർക്ക് വരെ, ഓക്കെ, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, ഈ പറയുന്ന കറണ്ട് അഫെയർസിന്റെ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ബേസിക് ലെവലിലായിട്ടുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചെടുത്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേരള റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്കീമുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് കാര്യങ്ങൾ, നമ്മുടെ കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകൾ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന CSCയുടെ എക്സാമിൽ റീസെന്റ് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഫാക്റ്റുകളും നമുക്ക് ഇവിടെ അങ്ങ് ക്ലിയർ ചെയ്ത് പോവാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആ ചോദ്യം എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇതാ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാ അതിൽ നമ്മുടെ മാച്ച് ദ ഫോളോയിങ്, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് കറക്റ്റ് മാച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബെസ്റ്റ് ഫിലിം ആയിട്ട് കാതൽ ദ കോർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഊർവശിനെയും തന്നിട്ടുണ്ട്, ബീന ആർ ചന്ദ്രനെയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർ ആയിട്ട് ഫാസിൽ റസാഖിനെ തന്നിട്ടുണ്ട്, ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് ബ്ലെസ്സിനെയും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എന്താണ് മാച്ചുകളാണ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നതാണ് അല്ലെ. 4 സ്റ്റേറ്റ്മെന്റ്സും എന്താണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ് അല്ലെ. 4 എണ്ണം കറക്റ്റ് ആണ്. ഫിലിം ആണെങ്കിലും, ആക്ട്രസ് ആണെങ്കിലും, ഡെബ്യൂട്ടന്റ് ഡയറക്ടർ ആണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിച്ചങ്ങ് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പിക്ചർ വെച്ചുകൊണ്ട് തന്നെ പിക്ചേഴ്സിലൂടെ തന്നെ അങ്ങ് നോക്കി പോവാം. ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. സോ അതങ്ങ് പഠിച്ചു വെക്കാം. അപ്പൊ 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ആർക്കാ പോകുന്നത്, നമ്മുടെ ഉർവശിക്കും അതുപോലെ തന്നെ ബീന ആർ ചന്ദ്രനുമാണ് പോകുന്നത്. ഉള്ളൊഴുക്ക് അതുപോലെ തന്നെ തടവ് എന്ന് പറയുന്ന ഈ 2 സിനിമകളിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ആർക്കൊക്കെയാ പോകുന്നത്, ഉർവശി പോകുന്നുണ്ട്, അതുപോലെ തന്നെ ബീന ആർ ചന്ദ്രന് പോകുന്നുണ്ട്, ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന തടവ് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഫാസിൽ റസാഖിനാണ് ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർക്കുള്ള അവാർഡ് പോകുന്നത് എന്നുള്ളത് കൂടെ ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ തടവ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ബീന ആർ ചന്ദ്രന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർക്കുള്ള അവാർഡ് തടവ് എന്ന് പറയുന്ന സിനിമയുടെ തന്നെ ഡയറക്ടർ ആയിട്ടുള്ള ഫാസിൽ റസാഖിനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആക്ട്രസും അവിടെ കിട്ടി, അതുപോലെ തന്നെ ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർക്കുള്ള അവാർഡും നമുക്ക് അവിടെ പഠിച്ചു കിട്ടി. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ആരാണ്, ബെസ്റ്റ് ആക്ടർ, അതുപോലെ തന്നെ ഡയറക്ടർ, പോപ്പുലർ മൂവി. ഇത് 3ഉം ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ സിനിമയിലുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ 3ഉം അങ്ങ് ഒരുമിച്ച് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ആർക്കാ വരുന്നത്, നമുക്കറിയാം പൃഥ്വിരാജിനാണ് അല്ലെ. പൃഥ്വിരാജിനാണ് 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് വരുന്നത്. ഏതാ സിനിമ, ആടുജീവിതം എന്ന് പറയുന്ന സിനിമക്ക്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ആർക്കാ പോകുന്നത്, ആടുജീവിതത്തിന്റെ തന്നെ ഡയറക്ടർ ആയിട്ടുള്ള ബ്ലെസ്സിക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പോപ്പുലർ മൂവിക്കുള്ള അവാർഡ് പോകുന്നത് 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ഏതിലാ പോകുന്നത്, ഈ പറയുന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമക്കാണ്. അപ്പൊ ഈ പറയുന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമക്ക് എന്തൊക്കെ അവാർഡാണ് 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ കിട്ടിയിട്ടുള്ളത്, ബെസ്റ്റ് ആക്ടർ, ഡയറക്ടർ, പോപ്പുലർ മൂവി. ഓക്കെ, അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കിപ്പോയി
എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡാണ്. ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് കാതൽ ദ കോർ. ആരാണ് അതിന്റെ ഡയറക്ടർ എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഏതാണ്? ജിയോ ബേബിയുടെ കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമക്കാണ് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ പോകുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് സെക്കൻഡ് ഫിലിമിനുള്ള അവാർഡ് പോകുന്നത്, സെക്കൻഡ് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ഏതിനാ പോകുന്നത്? ഇരട്ട എന്ന് പറയുന്ന മൂവിക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രോഹിത് എം ജി കൃഷ്ണന്റെ ഇരട്ട എന്ന് പറയുന്ന സിനിമക്കാണ് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് പോകുന്നത്. അപ്പൊ ഫിലിമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബെസ്റ്റ് ഫിലിം ഏതാണ്, അതുപോലെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഈ പറയുന്ന തടവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് ഓരോ കാറ്റഗറൈസ് ചെയ്തും കൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. എന്തായിരുന്നു ചോദ്യം? ഏത് സിനിമക്കാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് 71ാമത് നാഷണൽ ഫിലിം അവാർഡിൽ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇനിയുള്ള എക്സാമുകളിലും ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന 71ാമത് നാഷണൽ ഫിലിം അവാർഡ് എന്ന് പറയുന്നത്. ഏതാണ്? നമുക്കറിയാം, ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾ പലവരും കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമ അല്ലെ. 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമക്കാണ് 71ാമത് നാഷണൽ ഫിലിം അവാർഡിലെ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 71ാമത് നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങ് പഠിച്ച് സെറ്റാക്കി അവിടെ പോവാം. ഓക്കെ, അപ്പോൾ ആർക്കാണ് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ആർക്കാ പോകുന്നത്? 2 പേർക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഷാറൂഖ് ഖാൻ, ഓക്കെ, ഷാറൂഖ് ഖാൻ പോകുന്നുണ്ട് ജവാൻ എന്ന് പറയുന്ന മൂവിക്ക്. അതുപോലെ തന്നെ നമ്മുടെ വിക്രാന്ത് മാസി നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. നമ്മുടെ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ആർക്കാ പോകുന്നുണ്ടായിരുന്നത്? ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിൽ അല്ലെ. അപ്പോൾ 12th ഫെയിലിലെ തന്നെ അഭിനയത്തിന് വിക്രാന്ത് മാസിക്കാണ് എന്ത് ചെയ്യുന്നത്? ബെസ്റ്റ് എന്താണ് ആക്ടർക്കുള്ള അവാർഡ് 71ാമത് നാഷണൽ ഫിലിം അവാർഡിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പിക്ചേഴ്സ് വെച്ചുകൊണ്ട് പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ന്യൂസുകൾ വായിക്കുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ഒരു ഷോർട്സ് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് പിക്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ബെസ്റ്റ് ആക്ടറിനെ അങ്ങ് ക്ലിയർ ആക്കി വെക്കുക. 71ാമത് നാഷണൽ ഫിലിം അവാർഡ് നമ്മുടെ ഷാറൂഖ് ഖാൻ, ജവാൻ എന്ന് പറയുന്ന മൂവിക്ക് ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് വിക്രാന്ത് മാസി 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമക്ക് വിക്രാന്ത് മാസിക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞാൽ ബെസ്റ്റ് ഡയറക്ടറും അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ആർക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യവും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞ ബെസ്റ്റ് ആക്ട്രസിനെ നമുക്ക് പഠിക്കാം. ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് പോകുന്നത് നമ്മുടെ റാണി മുഖർജിക്കാണ്. കണ്ടോ, റാണി മുഖർജി മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമക്കാണ് നമ്മുടെ റാണി മുഖർജിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് 71ാമത് നാഷണൽ ഫിലിം അവാർഡിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ആർക്കാ പോകുന്നത്? ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള സുദീപ്തോ സെന്നിനാണ് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ബെസ്റ്റ് ആക്ടർ, ആക്ട്രസ്, ഡയറക്ടർ ഏത് മൂവിയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക 71ാമത് നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ആക്ട്രസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം രണ്ടും മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. സോ നമുക്ക് അതുകൂടെ അങ്ങ് നോക്കി പോവാം. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡ് ആർക്കൊക്കെയാ പോകുന്നത്? 2 പേർക്ക് പോകുന്നുണ്ട്. പൂക്കാലം എന്ന് പറയുന്ന സിനിമയിലെ വിജയരാഘവൻ, ഓക്കെ, വിജയരാഘവനാണ് പൂക്കാലം എന്ന് പറയുന്ന സിനിമയിലെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡ് പോകുന്നത്. അതോടൊപ്പം തന്നെ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനായിട്ട് മുത്തുപ്പെട്ടെ ഭാസ്കറിനുമാണ് 2024 നമ്മുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡിനുള്ള അവാർഡ് പോകുന്നത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡ് പോകുന്നത് ഏതാണ് സിനിമ എന്നുള്ളത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണേ. വിജയരാഘവൻ, പൂക്കാലം, അതുപോലെ തന്നെ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയിലെ മുത്തുപ്പെട്ടെ ഭാസ്കർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ
കഴിഞ്ഞാൽ പിന്നെ ആരാ? ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഉള്ള അവാർഡ് ആർക്കാ പോകുന്നത്? നമ്മുടെ ഊർവശിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഊർവശിക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജാൻകി ബോഡിവാല, വാഷ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ജാൻകി ബോഡിവാല, ഇവർക്ക് രണ്ടുപേർക്കാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ബെസ്റ്റ് ഫിലിം ഇൻ മലയാളം, നമുക്കറിയാം ഓരോ കാറ്റഗറിയിലും ഓരോ ലാംഗ്വേജുകളിലായിട്ട്, ഇപ്പോൾ തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ബെസ്റ്റ് ഫിലിം ഇൻ ദാറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് പോവാറുണ്ട്. അപ്പോൾ അതിൽ ബെസ്റ്റ് എന്താണ് മലയാളത്തിലെ ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് ഏതിനാ പോകുന്നത്? അതും ഈ പറയുന്ന ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമക്കാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്തായാലും ഉറപ്പിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതും ഇനി ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സിംഗിൾസ് ആരാണ് നേടിയിട്ടുണ്ടായിരുന്നത്, ഡബിൾസ് ആരാണ് നേടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2025 ഈ പറയുന്ന ഫ്രഞ്ച്, വിംബിൾഡൺ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, US ഓപ്പണിൽ ആരൊക്കെയാണ് ഈ പറയുന്ന മെൻ അതുപോലെ തന്നെ വിമൻ കാറ്റഗറിയിൽ നമ്മുടെ ഈ പറയുന്ന അവാർഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ടൈറ്റിൽസ് നേടിയിട്ടുള്ളത്, സിംഗിൾ ടൈറ്റിൽസ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് അവിടെ അങ്ങ് പഠിച്ച് ക്ലിയർ ആക്കി അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ 2025 നമ്മുടെ ഫ്രഞ്ച് ഓപ്പണിലെ സിംഗിൾസ് ടൈറ്റിൽ നേടിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് ഈ പിക്ചർ വെച്ച് എങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. നമ്മുടെ കാർലോസ് ആൾക്കാർസും അതുപോലെ തന്നെ കോക്കോ ഗൗഫും ആണ് കേട്ടോ. കോക്കോ ഗൗഫും അതുപോലെ തന്നെ കാർലോസ് ആൾക്കാർസും ആണ് ഫ്രഞ്ച് ഓപ്പൺ ടൈറ്റിൽ സിംഗിൾസ് ടൈറ്റിൽ 2025 നേടിയിട്ടുള്ളത്, ഉറപ്പിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മൾ സിംഗിൾസ് നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ്? ജാനിക് സിന്നറും അതുപോലെ തന്നെ മാഡിസൺ കീസും. ഓക്കെ, ജാനിക് സിന്നറും മാഡിസൺ കീസുമാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് ടൈറ്റിൽ നേടിയിട്ടുള്ളത് എന്നുള്ളത് പഠിച്ചേക്കും. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ നമ്മൾ നോക്കി, ഓസ്ട്രേലിയൻ ഓപ്പൺ നോക്കി, ഇനി നമ്മുടെ വിംബിൾഡൺ ഓപ്പൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഇഗ്വാ സ്വിയാടെക്കും അതുപോലെ തന്നെ നമ്മുടെ ജാനിക് സിന്നറും തന്നെയാണ്. ഇഗ്വാ സ്വിയാടെക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാനിക് സിന്നറിനാണ് 2025 വിംബിൾഡൺ ഓപ്പൺ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ US ഓപ്പൺ നമ്മൾ 2025 അതിൽ സിംഗിൾസ് ആരൊക്കെയാണ് നേടിയിട്ടുള്ളത്? അതും ജാനിക് സിന്നറും അതുപോലെ തന്നെ ആര്യാന സബലെങ്കിയാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ അങ്ങ് ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ 2025 ഈ പറയുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പറയുന്ന സിംഗിൾസ് ടൈറ്റിൽ ആരൊക്കെയാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അവിടെ ആ പിക്ചേഴ്സ് വെച്ചുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഇന്ന് 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. 71ാമത് നാഷണൽ ഫിലിം അവാർഡ്, അതുപോലെ തന്നെ 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, അതുപോലെ തന്നെ നമ്മുടെ 2025 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലെ സിംഗിൾസ് ടൈറ്റിൽ 4 എണ്ണത്തിലും ആരാണ് നേടിയിട്ടുള്ളത് എന്നുള്ള 3 ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്തത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ അങ്ങ് അടുത്തെത്തിയിരിക്കുകയാണല്ലേ. നമുക്കറിയാം നമ്മുടെ ജൂനിയർ ക്ലർക്ക് കാഷ്യറിന്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ജാനുവരിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നവംബർ 10-നാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 മന്ത്സിൻ്റെയും അതുപോലെ തന്നെ 3 മന്ത്സിൻ്റെ ഒക്കെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതിയിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ 6 മന്ത്സിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ PDF നോട്ടുകൾ, കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസുകൾ, അതുകൂടാതെ തന്നെ നമ്മുടെ കൃത്യമായ കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ബാച്ചാണ് നമ്മുടെ CCയിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാം നമ്മളോട് എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ്
ഫേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ റീസെന്റ് നടന്നിട്ടുള്ള എക്സാമ്പിൾ പ്രത്യേകിച്ച് GK-യുടെയും കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പലതും നമ്മൾ ഒന്നിരുന്ന് കുറച്ച് സമയം ബാക്കിയുള്ള ഏരിയ നമ്മൾ കവർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഏരിയക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് നാളെ ഗൂഗിൾ ഫോം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഫ്രീ ഗ്രൂപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലും കൃത്യമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എന്ത് ക്വറീസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അറിയിക്കുക. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് ഈ ഒരു എക്സാമിൽ 2025-26 നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സോ എന്തായാലും ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ബോർഡിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ എന്തായാലും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു പുതിയ ഏരിയയായിട്ട് കാണാം. താങ്ക് യു.